ഞാൻ നേരത്തെ പറഞ്ഞു AI ആൻഡ് റോബോട്ടിക്സ് എന്നുള്ള ഫീൽഡ്. റോബോട്ടിക്സ് ആക്ച്വലി സ്റ്റാർട്ട് ചെയ്യുന്നത് എവിടെയാണെന്നറിയാം? വെറും 5 വയസ്സ് പ്രായമുള്ളിടത്ത് തന്നെ തുടങ്ങാം. കുട്ടികളെ പുതിയ ജനറേഷനെല്ലാം ഈ റോബോട്ടിക്സ് ഒക്കെ മനസ്സിലാക്കിയെങ്കിലേ, അല്ലെങ്കിൽ AI മനസ്സിലാക്കിയെങ്കിലേ അടുത്ത ജനറേഷനിൽ അവർക്ക് ശരിക്കും ജീവിക്കാൻ പറ്റുള്ളൂ. ഇപ്പോൾ സർജറി നടക്കുന്നത് പോലും റോബോട്ടിക് സർജറിയാണ്. അപ്പോൾ എല്ലാ ഫീൽഡിലും അത് വന്നു കഴിഞ്ഞു. അപ്പോൾ ഇതിനെപ്പറ്റി ശരിയായിട്ടുള്ളൊരു ബോധവൽക്കരണം ഉണ്ടാകേണ്ടതുണ്ട്. പേരൻസ് അത് മനസ്സിലാക്കണം. ഈ കോഴ്സസ് നമുക്ക് അവൈലബിൾ ആണ്. അതുപോലെ തന്നെ ചെന്നൈയിലെ വളരെ പ്രസിദ്ധമായിട്ടുള്ള ഒരു ടെക് ലേണിംഗ് സൊല്യൂഷൻസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്ഥാപനവുമായിട്ടാണ് ഞങ്ങളുടെ ടൈപ്പ്. അതിൻ്റെ ഓൾറെഡി ഒരു കോഴ്സ് കുവൈത്ത് ബേസ്ഡ് ആയിട്ട് ഇപ്പം ഓൾറെഡി റോബോട്ടിക്സ് കോഴ്സ് നടക്കുന്നുണ്ട്. അതുപോലെ തന്നെ AI-യുടെ കോഴ്സസ് ഞങ്ങൾ ഇറ്റ് ഈസ് ഓപ്പൺ ഫോർ രജിസ്ട്രേഷൻ. താല്പര്യമുള്ളവർക്ക് ഇപ്പോഴും അത് ജോയിൻ ചെയ്യാം. വളരെ അട്രാക്റ്റീവായിട്ടുള്ള, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏകദേശം 30 ലക്ഷം വേക്കൻസീസാണ് ഇതിനും ഈ ഫീൽഡിലേക്ക് വരാൻ പോകുന്നത്. 30 ലക്ഷം. അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു മേഖലയാണ്. ഏറ്റവും കൂടുതൽ വികസന സാധ്യതയുള്ള ഒരു മേഖല. ഇത് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്ത് തുടങ്ങിയിട്ടില്ല എന്നുള്ളതാണ് സത്യം ഇവിടെ. പക്ഷേ അത് ചെയ്യേണ്ട വളരെ അത്യാവശ്യമാണ്. നെക്സ്റ്റ് ജനറേഷൻ ഈസ് ഗോയിങ് ടു ബി ട്യൂൺ ടു ദിസ്. AI അല്ലെങ്കിൽ റോബോട്ടിക്സ് ഇല്ലാതെ സാധാരണ ഒരു നമ്മുടെ സാധാരണ എല്ലാ മേഖലകളിലും അത് വളരെ പ്രസക്തിയുള്ള ഒരു വിഭാഗമായിട്ട് വരാൻ പോവുകയാണ്. ഇനി ഇതിൽ നോക്കുക, ഫൈനൽ ഇയർ ഡിഗ്രി സ്റ്റുഡൻസിനെ പ്രൊഫഷണൽ സീക്കിംഗ് കരിയർ എലിവേഷൻ, പ്രൊഫഷണൽസ് ഹാവിങ് വേരിയസ് ക്വാളിഫിക്കേഷൻസ്, അതുപോലെ തന്നെ കരിയർ ഗ്യാപ്സിന് വേണ്ടിയുള്ളത് അവർക്ക് ഉപയോഗിക്കാം. ഇൻഡിവിജ്വൽ ബാച്ചിലേഴ്സ് ഡിഗ്രിയും അതുപോലെ മാത്തമാറ്റിക്സ് നോളജുള്ള ആർക്ക് വേണമെങ്കിലും ഇത് ചെയ്യാം. അപ്പോൾ അങ്ങനെയുള്ള ധാരാളം, അതായത് ബേസിക്സ്, ഇൻ്റർമീഡിയറ്റ്, അഡ്വാൻസ്, അതുപോലെ തന്നെ പോസ്റ്റ് ഗ്രാജുവേറ്റ് സ്റ്റഡീസ് എല്ലാം ഉൾക്കൊള്ളുന്നതാണ്. അപ്പോൾ എല്ലാ നിങ്ങളുടെ ലൈഫ് സ്പാനിലുള്ള ആൾക്കാർക്കും ഉതകുന്ന രീതിയിലുള്ള കോഴ്സസ് അവിടെ അവൈലബിൾ ആണ്. ഈ കോഴ്സസിലേക്ക് സ്പെഷ്യലി നിങ്ങൾ ഇത് മനസ്സിലാക്കണം. അത് മനസ്സിലാക്കിയിട്ട് കുട്ടികൾക്ക് അതിൻ്റെ താല്പര്യമുണ്ട്, അതിൻ്റെ അവയർനെസ് കൊടുക്കണം. കൊടുത്തതിന് ശേഷം താല്പര്യമുണ്ടെങ്കിൽ ദേ ക്യാൻ ജോയിൻ. ഓക്കെ. ഈ അഗ്നിപഥ് സ്കീം ഇപ്പോൾ ഡിഫൻസ് ഫോഴ്സസിലേക്ക് വേറൊരു സ്കീം അവൈലബിൾ അല്ല അതർ ദാൻ ഓഫീസേഴ്സ്. അഗ്നിപഥ് സ്കീം എന്ന് പറയുമ്പോൾ എല്ലാവരും പറയും ഈ 4 വർഷത്തേക്ക് പോകുന്നതാണോ എന്നാണ് ചോദിക്കുന്നത്. അതേ ഒരു സ്കീം ഉള്ളൂ. ഇതിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് പറയാം. 43 വർഷം മുമ്പ് ഞാൻ ആ സർവീസിൽ ജോയിൻ ചെയ്യുന്ന സമയത്തും ഓഫീസേഴ്സ് കാഡറിൽ ഷോർട്ട് സർവീസ് കമ്മീഷൻ എന്ന് പറഞ്ഞത് ഉണ്ടായിരുന്നു. പക്ഷേ മെന്നിൻ്റെ ലെവലിൽ അത് ഉണ്ടായിരുന്നില്ല. ആ ഒരൊറ്റ വ്യത്യാസമേ ഉള്ളൂ. ഇപ്പോൾ അത് മെന്നിൻ്റെ ലെവലിലേക്ക് വന്നു. അന്ന് മുതൽ ഇന്ന് വരെയുള്ള ഓഫീസേഴ്സ് കാഡറിൽ സെലക്ഷനായിട്ട് ഡിഫൻസിൽ സർവീസ് ചെയ്തിട്ടുള്ള ആർമി, നേവി, എയർഫോഴ്സ് ഏത് ഓഫീസറാണെങ്കിലും ഒരൊറ്റ മനുഷ്യനും ഏതെങ്കിലും വിധത്തിലുള്ള ആൾട്ടർനേറ്റീവ് ജോബ് കിട്ടാത്തതില്ല. അത് IAS-ലാണെങ്കിലും അവർ IPS-ലാണെങ്കിലും അതുപോലെ തന്നെ ബാങ്കിങ് സെക്ടറിലാണെങ്കിലും പ്രൈവറ്റ് ഇൻഡസ്ട്രീസിലാണെങ്കിലും എവിടെയാണെങ്കിലും ദേ വേർ ഈസിലി ഗോട്ട് ഇൻഡക്റ്റഡ് ഇൻ ടു സർവീസ്. അപ്പോൾ അതുപോലെ തന്നെ അഗ്നിവീറിലുള്ള ആൾക്കാർ അത് ഇപ്പം തന്നെ ആദ്യം 25% എന്ന് പറഞ്ഞു, ഇപ്പം അത് 50% ആക്കിയിരിക്കുക. സോ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ യു ക്യാൻ കണ്ടിന്യൂ. അഥവാ താല്പര്യം ഇല്ലെന്നുണ്ടെങ്കിൽ തന്നെ ആൾട്ടർനേറ്റീവ് ജോബ്സ് ആർ അവൈലബിൾ. നിങ്ങൾക്ക് പാരാമിലിറ്ററി ഫോഴ്സസിൽ റിസർവേഷനുണ്ട്, റെയിൽവേസിൽ റിസർവേഷനുണ്ട്, പ്രൈവറ്റ് കമ്പനീസ് ഇപ്പോൾ എല്ലാം യുദ്ധോപകരണങ്ങൾ ഉണ്ടാക്കുന്ന ധാരാളം പ്രൈവറ്റ് കമ്പനീസ്, ഫാക്ടറീസ് എല്ലാം വന്നിട്ടുണ്ട്. അവരെല്ലാം ഉറ്റുനോക്കുന്നത് ഇതിൽ നിന്ന് ആൾക്കാർ വന്നിട്ട് വേണം അവരെ എടുക്കാൻ. Because they have first-hand information, first-hand knowledge about the use of that train. അപ്പോൾ അതുകൊണ്ട് അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അഗ്നിപഥ് സ്കീമിൻ്റെ ഈ കുട്ടികൾ ആരെയോ തെറ്റായിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ കാരണം പല കുട്ടികളും 4 വർഷത്തെ സർവീസാണോ എന്ന് പറഞ്ഞിട്ട് പേരൻസാണ് കൂടുതലും കുട്ടികളെ നിരുത്സാഹപ്പെടുത്തുന്നത്. പക്ഷെ അങ്ങനെയല്ല വേണ്ടത്. 4 വർഷം എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ ബൂൺ. നിങ്ങൾക്ക് ആവശ്യമുണ്ട് സർവീസ് ചെയ്താൽ മതി.
അതല്ലെങ്കിൽ അതിൻ്റെ 50% ആൾക്കാർ ആസ് ഇറ്റ് ഈസ് ദേ വിൽ ബി റിട്ടൈൻ. അതിനുശേഷം ബാക്കിയുള്ള 50% ആൾക്കാർ എവിടെയെങ്കിലും ജോലിയിൽ പ്രവേശിച്ചിരിക്കും, നോ ഡൗട്ട്. കാരണം അവർ ഫിസിക്കലി ഫിറ്റാണ്, മെൻ്റലി അലർട്ടാണ്, വെൽ ട്രെയിൻഡാണ്, വെൽ ഡിസിപ്ലിൻഡാണ്. അവരുടെ ഏറ്റവും യങ് സ്റ്റേജിൽ ഇങ്ങനെ ഒരു വർക്ക് ഫോഴ്സിനെ കിട്ടാൻ ആർക്ക് സാധിക്കും? ഹൂ വിൽ നോട്ട് ടേക്ക് ഇറ്റ്? ഇന്ന് നിങ്ങളൊരു സെക്യൂരിറ്റി ജോബിന് നോക്കുകയാണെങ്കിൽ, സിവിലിൽ നിന്ന് നോക്കുകയാണെങ്കിൽ 70-75 വയസ്സുള്ള ആൾക്കാരെയൊക്കെ മാത്രമേ സിവിലിൽ കിട്ടാറുള്ളൂ. സെക്യൂരിറ്റി എന്നുള്ള പേരേ ഉള്ളൂ. ഒരു സെക്യൂരിറ്റി ഹസാർഡാണ് അവർ. അപ്പോൾ അത് നേരെ മറിച്ചാണ്. ഈ യങ് വർക്ക് ഫോഴ്സിനെ ഇൻഡസ്ട്രീസിലേക്ക് കിട്ടുകയാണ്. ആൻഡ് ദേ വിൽ ഹാവ് എ സെക്കൻഡ് കരിയർ ഓപ്ഷൻ. ഓക്കെ, അഗ്നിവീർ സ്കീം അത് കുട്ടികൾ സബ്സ്ക്രൈബ് ചെയ്യേണ്ട ഒന്നാണ്. അറ്റ്ലീസ്റ്റ് 4 വർഷത്തെ ഒരു ഡിസിപ്ലിൻഡ് സർവീസോട് കൂടി അവൻ വെളിയിൽ വന്നു കഴിഞ്ഞാൽ ഈസിലി ഹി വിൽ ഗെറ്റ് എ ജോബ് ആൻഡ് അവൻ്റെ ലൈഫ് വിൽ ബി മെയ്ഡ്. ഐ ക്യാൻ അഷ്യൂർ യു ദാറ്റ്. ഓക്കെ, റൈറ്റ്. സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ ഒരു തെറ്റിദ്ധാരണയുള്ള വേറൊരു ഫീൽഡാണ് സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ. നമ്മുടെ ഇവിടെ റാങ്ക് ലിസ്റ്റ് ഉണ്ടാകും, അത് ആൾക്കാർ അപ്പോയിൻ്റ് ചെയ്യാതെ അത് ചെയ്യും, അങ്ങനെ ഇങ്ങനെയൊക്കെ. പക്ഷേ നിങ്ങൾ എപ്പോഴെങ്കിലും സർവീസ് സെലക്ഷൻ ബോർഡിൻ്റെ നോട്ടിഫിക്കേഷൻ വായിച്ചിട്ടുണ്ടാവും. അതിൽ സാധാരണഗതിയിൽ വേക്കൻസീസ് വരുന്നത് 54,000, 32,000 ഈ രീതിയിലുള്ള വേക്കൻസീസാണ്. ഇന്ന് വരെ ഒരു ലിസ്റ്റ് പോലും അത് ഇൻവാലിഡായി പോയിട്ടില്ല. ഈ പ്രിപ്പറേഷൻ നിങ്ങൾ PSC വേണ്ടി നടത്തുന്നത്, ഇഫ് യു ഡു ഇറ്റ് ഫോർ സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ ഈസിലി യു വിൽ ഗെറ്റ് എംപ്ലോയിഡ്. പക്ഷേ ഈ കാര്യം നമ്മുടെ ആൾക്കാർക്ക് കൂടുതൽ അറിയില്ല. അതുപോലെ സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ്റെ കോച്ചിങ് സെൻറ്റേഴ്സ് ഇവിടെ കൂടുതലില്ല. കാരണം ഇത് ഇച്ചിരി ഡിഫിക്കൾട്ടാണ്. കാരണം എന്താ, ഇംഗ്ലീഷിലും അതുപോലെ തന്നെ ബാക്കിയുള്ള ഇതിലും റീസണിങ് ടെസ്റ്റും അതും ഇതുമൊക്കെ ഉണ്ട്. ഇതൊക്കെ പഠിപ്പിക്കുന്ന ഒരു കോച്ചിങ് സംവിധാനം ഉണ്ടെങ്കിൽ നമ്മുടെ കുട്ടികൾ ഈസി ആയിട്ട്. എനിക്ക് ഏറ്റവും കൂടുതൽ ഞങ്ങളുടെ ഇൻസ്റ്റിറ്റ്യൂഷനിൽ നിന്ന് ഇപ്പോൾ ജോലി കിട്ടിപ്പോയിട്ടുള്ളത് സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ ദ്വാരയാണ്. താങ്ക് യു സോ മച്ച് ഫോർ യുവർ പേഷ്യൻ്റ് ഹിയറിംഗ്. താങ്ക് യു.